നമുക്ക് ഇൻഷുറൻസ് എക്സാം പ്രിപ്പറേഷൻ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആപ്പിൽ ലിങ്കിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് ഇവിടെ കാണുന്നില്ല, ലൈഫ് ഇൻഷുറൻസ് എന്നായിരിക്കും ചിലപ്പോൾ കിടക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാറി കിടക്കണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ജനറൽ ആണെങ്കിൽ ജനറൽ, ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്. പക്ഷേ നമ്മളിവിടെ ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിൽ തന്നെ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ മാറ്റിയിടുക, ഓക്കെ കൊടുക്കുക. പിന്നെ ലാംഗ്വേജ് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി ഏതാ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, മലയാളം ആണെങ്കിൽ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ആയിരിക്കും ഏറ്റവും എളുപ്പം, അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രാക്ടീസ് ടെസ്റ്റ് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പല ടോപ്പിക് വൈസ് കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഓപ്ഷൻസ് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യുക, ചോദ്യം വായിച്ചിട്ട്. അപ്പോൾ അത് ഫസ്റ്റ് ഗ്രീൻ കളർ, ഇത് കറക്റ്റ് ഉത്തരമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ അടുത്തത് നോക്കാം. ഇപ്പോൾ അടുത്തത് നമ്മളിപ്പോൾ തെറ്റാണെങ്കിൽ അത് റെഡ് കളർ വരും, കണ്ടോ. ബി ആൻസർ ചെയ്തപ്പോൾ തെറ്റായിരുന്നു, അതുകൊണ്ട് സി കറക്റ്റ് ഉത്തരം വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ വന്നു. അടുത്തത് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെറ്റുത്തരം ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ കളർ വരും. അങ്ങനെ നമുക്കത് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. ഇത് ടെസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാം, ഓരോ ടോപ്പിക് വൈസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് നടത്താം. മോക്ക് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു 10-17 മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ മോക്ക് ടെസ്റ്റ് 1 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ടെസ്റ്റ് 49 ക്വസ്റ്റ്യൻ ഉണ്ട്. 60 മിനിറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ടായി പോവും, 1 മണിക്കൂറിൽ. അപ്പോൾ സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനനുസരിച്ചുള്ള ആൻസർ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം ഗ്രീൻ കളറായിരിക്കും കാണിക്കുക, കാരണം അവസാനമായിരിക്കും ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാൻ പറ്റുക. അപ്പോൾ അടുത്തതിൽ ഇപ്പോൾ നോക്കുക. അപ്പോൾ അങ്ങനെ 2 ക്വസ്റ്റ്യനായി, 3 ക്വസ്റ്റ്യനായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് 49 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ കാർഡ് കിട്ടും. സബ്മിറ്റ് ചെയ്യാം. ഡു യു വാണ്ട് ടു സബ്മിറ്റ് ടെസ്റ്റ്. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ ആണെങ്കിലും 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ ഷീറ്റ് ഇപ്പോൾ അവർ കാണിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ശരിയായിരുന്നോ തെറ്റായിരുന്നോ ഇതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമ്മുടെ റിവ്യൂ ടെസ്റ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത് 3 എണ്ണം, അതിൽ 1 എണ്ണം കറക്റ്റ്, 2 എണ്ണം റോങ്. മനസ്സിലായില്ലേ? ഇനി റിവ്യൂ ആൻസേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ 3 months അത് ശരിയായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ എ ആയിരുന്നു ശരി, ബി നമ്മൾ സെലക്ട് ചെയ്തത് തെറ്റായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സി ആണ് നമ്മൾ സെലക്ട് ചെയ്തത് തെറ്റായിരുന്നു, എ ആണ് ശരി. ഇനി നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ കറക്റ്റ് ആൻസറുകൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് മോക്ക് ടെസ്റ്റും ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മളത് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് നമുക്ക് നമ്മുടെ പ്രാക്ടീസ് ടെസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടോപ്പിക് വൈസ് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയ ക്വസ്റ്റ്യനേ ഉള്ളൂ, മിക്കതും വീണ്ടും റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിളാണ്. ടോട്ടൽ 50 ചോദ്യമാണുള്ളത്, അതിൽ 15 എണ്ണം മാത്രം നമ്മൾ ശരിയാക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.